ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ചിഞ്ചുമ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം SSC MTS എക്സാം ഡേറ്റ് എന്നായിരിക്കും ഏകദേശം എക്സാം ഡേറ്റ് വരുന്നത് എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം എല്ലാവരും കണ്ടു കാണും. അപ്പോൾ നമുക്ക് ഏകദേശം ഡിസംബർ എൻഡ് ജാനുവരി ആദ്യത്തോടു കൂടി നമ്മുടെ SSC MTS എക്സാം പ്രതീക്ഷിക്കാം അല്ലേ? അപ്പൊ ഇനി കുറച്ച് ദിവസങ്ങൾ, ഏകദേശം ഒരു 45+ ഡേയ്സ് നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം നമ്മുടെ MTS എക്സാമിനായിട്ട്. അപ്പോൾ ഭാഗ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതും കൂടെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടായിരിക്കാം. ഒരു മാസത്തോളം നീളുന്ന എക്സാം ആണ്. പകുതി അല്ലെങ്കിൽ അവസാനം ഫെബ്രുവരിയിലൊക്കെ എക്സാം ഡേറ്റ് വരുന്നവരും ഉണ്ടാകാം. നമ്മുടെ ഒരു ഭാഗ്യം അനുസരിച്ച് നമ്മുടെ എക്സാം ഡേറ്റ് എന്നാണ്. അപ്പോൾ എന്തായാലും എക്സാം ഡേറ്റ് ജാനുവരി ഫസ്റ്റ് വീക്കിനുള്ളിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇനി ഒരു 45+ ഡേയ്സ് ഉണ്ട് അല്ലേ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കുറച്ച് ദിവസം കൊണ്ട് SSC MTS ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജി വേണം അതിനായിട്ട് ഫോളോ ചെയ്യാൻ? അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ SSC MTS പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അല്ലേ, വളരെ കുറച്ച് ദിവസം കൂടി ഉള്ളൂ. 0 to സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ചൊന്ന് കൂടുതൽ എഫേർട്ട് നിങ്ങൾ ഇടേണ്ടി വരും. ഫ്രം 0 to നിങ്ങൾ 1 മന്തിൽ നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുറച്ച് കൂടുതൽ എഫേർട്ട്സ് എന്തായാലും ഇടേണ്ടി വരും. പിന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങി, പക്ഷെ നിങ്ങളത് ഹോൾഡ് ചെയ്ത് വെച്ചു, എക്സാം ഡേറ്റ് എന്നാന്നൊന്നും അറിയാതെ നമ്മളൊന്ന് ഉഴപ്പി നിന്നു. അപ്പം അങ്ങനെയുള്ളവർക്കും കുറച്ച് പോർഷൻസ് ഒക്കെ അവിടെ എവിടെയൊക്കെ അറിയാം എന്നുള്ളവർക്കും, പിന്നെ ഒന്നും അറിയില്ല എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്യണം എന്നുള്ളവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി നമുക്കൊന്ന് ഫോളോ ചെയ്ത് നോക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ MTSന്റെ പാറ്റേൺ നിങ്ങൾക്ക് അറിയാമല്ലോ. അത് ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ സിലബസും അതിൻ്റെ എക്സാം പാറ്റേണുമാണ്. അപ്പൊ MTSന്റെ എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ മാത്സ് ആൻഡ് റീസണിങ് ഇവിടെ ക്വാളിഫൈ മാർക്ക് മാത്രം മതിയാകും. അതായത് 2 സെഷനിൽ നിന്നും കൂടി 12 ചോദ്യങ്ങൾ കറക്റ്റായിട്ട് വിത്തൗട്ട് നെഗറ്റീവ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 2നും കൂടി, അതായത് മാത്സും റീസണിങ്ങും കൂടി 12 മാർക്ക് ഫുള്ളി കിട്ടുകയാണെങ്കിൽ നിങ്ങളത് ക്വാളിഫൈ ചെയ്യും. ഉറപ്പായിട്ട് ആ ഒരു സെഷൻ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് മെയിൻ നമ്മുടെ ലിസ്റ്റിൽ നമ്മുടെ പേര് പറഞ്ഞാൽ നമുക്ക് സെലക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം? ഇംഗ്ലീഷും GKയും കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇംഗ്ലീഷിലും GKയിലും കൂടി മൊത്തം 50 ചോദ്യങ്ങൾ, 25 വെച്ച് മൊത്തം 50 ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യത്തിന് 3 മാർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ 270 മാർക്കിനാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. അതിൽ മാത്സ് ആൻഡ് റീസണിങ് ക്വാളിഫയിങ് നേച്ചറാണ്. നമുക്ക് ഇമ്പോർട്ടൻസ് ഏതാണ്? നമുക്ക് ഇമ്പോർട്ടൻസ് GK ആൻഡ് ഇംഗ്ലീഷ്. അപ്പോൾ അതിന് വേണം നിങ്ങളുടെ ഈ ഒരു 1 മന്ത്, ഈ ഒരു മാസം ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടത്. ആദ്യത്തെ കുറച്ച് നാൾ നിങ്ങൾ റീസണിങ്ങും മാത്സ് നോക്കേ വേണ്ട, എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക? GKയിലും ഇംഗ്ലീഷിലും കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലേ? അപ്പോൾ GK ഇംഗ്ലീഷ് അല്ലെ, GK GS ജനറൽ സയൻസും ജനറൽ നോളജിലും ഏതൊക്കെ ടോപ്പിക്കുകളാണുള്ളത്? ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, ഇക്കണോമിക്സ്, ദെൻ PCB ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലേ? അപ്പോൾ 5, 6, 7. ദെൻ കറണ്ട് അഫയേഴ്സ് ഉണ്ട് ആൻഡ് സ്റ്റാറ്റിക് GK. മൊത്തം 9 സബ്ജക്റ്റുകളാണല്ലോ. അപ്പോൾ 9 സബ്ജക്റ്റുകൾ സിലബസ് നോക്കി ഒന്നേന്നും പറഞ്ഞ് ലെക്ചർ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുമോ? അത് വളരെ ബുദ്ധിമുട്ടാണ്. അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ചെയ്യാൻ പറ്റുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് അല്ലെ? 25 മാർക്കിന് ഈ ഒരു ഏരിയയിൽ നിന്നുമാണ്, GK GSൽ നിന്നാണ്. ഫുള്ള് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല, ബട്ട് എങ്കിലും നമുക്കൊരു 85+ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഇല്ല ഇടയ്ക്കൊന്ന് നോക്കി പിന്നെ പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് നടക്കത്തില്ല കേട്ടോ. സോ എന്ത് സ്റ്റാർട്ട് ചെയ്താലും അത് ആ ഒരു ഫ്ലോയിൽ അത് കറക്റ്റായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ GKയിലും GSലും കൂടിയിട്ട് 9 ടോപ്പിക്കുകളുണ്ട്. ഈ 9 ടോപ്പിക്കിൻ്റെ ലെക്ചർ, അതായത് ക്ലാസ്സുകൾ 1 by 1 ക്ലാസ് കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ 1 ഷോട്ട് മാരത്തോണുകളൊക്കെ ഉണ്ടല്ലോ. പല ചാനലുകളും, ഇപ്പോൾ നമ്മുടെ ചാനലിൽ നിന്നാണെന്നുണ്ടെങ്കിലും GKയുടെ മാരത്തോണുകൾ പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നതൊന്നുമില്ല, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മാരത്തോണുകൾ നിങ്ങൾ പ്രിഫർ ചെയ്യുക. 1 ഷോട്ടുകൾ, GKയുടെ 1 ഷോട്ടുകൾ, മാരത്തോണിനേക്കാളും ഉപരി 1 ഷോട്ടുകൾ പ്രിഫർ ചെയ്യാം. അപ്പോൾ ഹിസ്റ്ററിയുടെ 1 ഷോട്ട് ഉണ്ടാകും, ജോഗ്രഫിയുടെ 1 ഷോട്ട് കാണും,
പൊളിറ്റി റെയിൽവേ അല്ലെങ്കിൽ SSC എക്സാംസിന്റെ വൺ ഷോട്ട് എന്ന വീഡിയോസ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഈ 9 ടോപ്പിക്കുകളും ആ ഒരു രീതിയിൽ കവർ ചെയ്യാം. ഇൻഡിവിജ്വൽ അതായത് ഓരോ ടോപ്പിക് വൈസ് ക്ലാസ് കേൾക്കുന്നതിന് പകരം GK അല്ലെങ്കിൽ പൊളിറ്റി എന്നുള്ള ഒറ്റ ടോപ്പിക്കിന്റെ വൺ ഷോട്ട് വീഡിയോസ് ഉണ്ടാകും. ഇക്കണോമിക്സിന്റെ വൺ ഷോട്ട്, ഹിസ്റ്ററിയുടെ വൺ ഷോട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ വീഡിയോസ് കവർ ചെയ്ത് നിങ്ങൾ പോകാൻ നോക്കുക. അപ്പൊ അങ്ങനെ കവർ ചെയ്യുമ്പോൾ എന്താണ്, ഒരു ഡെയിലി എത്ര മണിക്കൂർ, ഡെയിലി 3 മണിക്കൂർ GK വേണ്ടി മാത്രം നിങ്ങൾ അലോട്ട് ചെയ്യുക. അപ്പൊ ഈ 9 സബ്ജക്റ്റുകളും ഡെയിലി 3 മണിക്കൂർ ഫസ്റ്റ് ഒരു സബ്ജക്റ്റ് എടുത്ത് അതിന്റെ ഒരു വീഡിയോ ഡെയിലി ഒരു 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. ദെൻ എന്താണ്, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 17 to 80 ഡേയ്സ് ഫോളോ ചെയ്യും. എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങളൊരു 4 ദിവസം കൂടെ എടുത്തോ. മൊത്തം ഒരു ഏകദേശം ഒരു 20-22 ദിവസത്തിനകം നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിൽ പോയി കഴിഞ്ഞാൽ, അത് റെഗുലർ ആയിട്ട് പോയി കഴിഞ്ഞാൽ, ഡെയിലി മസ്റ്റായിട്ട് 3 hours കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു ടോപ്പിക്ക് GK GS എന്നുള്ള ടോപ്പിക്ക് ഒരു 80% നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇൻഡിവിജ്വൽ ക്ലാസ് ഇനി നോക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പം നമ്മൾ എന്താണ് നോക്കേണ്ടത്, ഈ വൺ ഷോട്ട് വീഡിയോസ് നോക്കുക. ഓരോ ടോപ്പിക്കിലെ ഓരോ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് നോക്കി എന്താണ് ആ ഒരു സെഷൻ നിങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. ഡെയിലി 3 hours എന്നുള്ളത് ഒരു 17 to 80 ഡേയ്സ് കൊണ്ട് GK കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4 ദിവസം കൊണ്ട് നിങ്ങൾ എക്സ്ട്രാ എടുത്തോ. അറൗണ്ട് 20-22 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, GK കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ടൈമിൽ നമുക്കൊരു രീതിയുണ്ട്, നമ്മളെപ്പോഴും സെക്ഷണൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഈ GK പഠിക്കണ സമയത്ത് നിങ്ങൾ സെക്ഷണൽ ടെസ്റ്റുകൾ, GKയുടെ സെക്ഷൻ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകരുത്. നമ്മൾ പഠിക്കുക. ഈ പഠിക്കുന്ന സമയം മാക്സിമം നോട്ട്സ് ഒരുപാട് എഴുതി പോകാൻ നിൽക്കണ്ട. സ്ക്രീൻഷോട്ടുകൾ നോക്കുക, അല്ലെങ്കിൽ PDF ഉണ്ടെങ്കിൽ അത് വെച്ച് പഠിക്കാൻ നോക്കുക. നോട്ട്സ് മാക്സിമം എഴുതി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സമയം കൂടുതലെടുക്കും. നമുക്ക് ഈ 3 മണിക്കൂറിൽ മാക്സിമം ടോപ്പിക്ക് കവർ ചെയ്ത് പോകണം. ഈ 20 ദിവസം കൊണ്ട് GK നമുക്ക് ഓവറോൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പം അതിന് മാക്സിമം സ്ക്രീൻഷോട്ടുകൾ അല്ലെങ്കിൽ PDF നോട്ടുകൾ യൂസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. അപ്പം എന്താണ്, ഈ 20 ദിവസം GK GSന് ഡെയിലി എത്ര മണിക്കൂർ, ഡെയിലി 3 മണിക്കൂർ നിങ്ങൾ കൊടുക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് സെഷൻ ഏതാണ്, ഇംഗ്ലീഷ് ആണ് അല്ലേ. അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ വൊക്കാബ്, ഗ്രാമർ, കോംപ്രി, ഇത് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. അപ്പോൾ എന്ത് ചെയ്യുക, വൊക്കാബിൽ തന്നെ 1 വേർഡ്, സിനോണിം, ആന്റണിം, ഇഡിയംസ്, ഈ 4 കാര്യങ്ങൾക്ക്, ഈ 4 പോയിന്റുകൾക്ക് ഡെയിലി എത്ര മണിക്കൂർ കൊടുക്കുക, 3 മണിക്കൂർ കൊടുക്കുക. അപ്പോൾ ഡെയിലി 3 മണിക്കൂർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 7 ഡേയ്സിനുള്ളിൽ ഒരു 7 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഏകദേശം വൊക്കാബ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു 7 ഡേയ്സിനുള്ളിൽ ഏകദേശം ഈ വൊക്കാബ് സെഷൻസ് കിട്ടും. എക്സ്ട്രാ ഒരു 3 ഡേയ്സും കൂടെ എടുത്തോ, വൊക്കാബ് നിങ്ങൾ കവർ ചെയ്യുക. പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി 3 മണിക്കൂർ ഈ 4 ടോപ്പിക്കിനും കൂടി വേണ്ടിയിട്ട് കളയുക. പിന്നീട് ഗ്രാമർ റൂൾസ് റിവൈസ് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ കോംപ്രിഹെൻഷനും പാസേജുകൾ നിങ്ങൾ ചെയ്ത് നോക്കുക. സോ ഇതിന് വേണ്ടിയിട്ട് ഗ്രാമറിനും കോംപ്രിഹെൻഷനും ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്താലും കുഴപ്പമില്ല. ഡെയിലി അല്ലെങ്കിൽ ഒരു 1/2 hour അല്ലെങ്കിൽ 0 to 1 hours ടൈം ഇതിന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ GKക്ക് ഒരു 3 hour കൊടുത്തു, ഇംഗ്ലീഷിനൊരു 3 + 3.5 മണിക്കൂർ, ദെൻ ഒരു 6.5 മണിക്കൂർ ആയിട്ടുണ്ട് അല്ലേ. പിന്നെ എന്ത് ചെയ്യുക, 2 സെക്ഷണൽ മോക്ക് ഡെയിലി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, നിങ്ങളുടെ ഈ ഒരു സ്ട്രാറ്റജിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ 2 സെക്ഷണൽ മോക്ക് ഡെയിലി ഇംഗ്ലീഷിന് ചെയ്തു പോവുക, അതിൻ്റെ അനാലിസിസും പോവുക. അപ്പോൾ ഏകദേശം നിങ്ങൾ ഡെയിലി മാക്സിമം ഒരു 8 hours അല്ലെങ്കിൽ 8 മണിക്കൂർ, 8 മുതൽ 10 മണിക്കൂർ വരെ ദിവസം നിങ്ങൾ ഇതിനു വേണ്ടി തന്നെ മാറ്റി വെക്കുക. ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസം ബാക്കി കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടി ഒരു 8 to 10 hours മാറ്റി വെക്കുക. ഓക്കെ അല്ലേ. സോ ഇതൊരു 10 to 15 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ GK പാരലി തന്നെ ഇംഗ്ലീഷും കൂടി നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതിന് ശേഷം എന്താണ്, ഇതിന് ശേഷം പിന്നുള്ളത് റിവിഷൻ സെഷനാണ്. ഫുൾ റിവിഷൻ ആയിരിക്കും. അപ്പം ഈ 20 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ GK കംപ്ലീറ്റ് ആവും, ഇംഗ്ലീഷ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. പിന്നെ എന്ത് ചെയ്യുക, പിന്നെ റിവിഷൻ. എന്താണ്, ഡെയിലി 5 മണിക്കൂർ GKക്ക് വേണ്ടി മാത്രം കൊടുക്കുക. ഒരു 2 സബ്ജക്റ്റ് വെച്ച് 2 സബ്ജക്റ്റ് ഡെയിലി ഇന്ന ടൈം ഇന്ന സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ 2 സബ്ജക്റ്റ് വെച്ച് ഈ റിവിഷൻ ടൈമിൽ GK നോക്കാം. ദെൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷും അതുപോലെ തന്നെ വൊക്കാബും കോംപ്രിഹെൻഷനും റൂൾസും എല്ലാം റിവൈസ് ചെയ്യുക. പ്ലസ് സെക്ഷണൽ ടെസ്റ്റ് മറക്കണ്ട, 2 സെക്ഷണൽ ടെസ്റ്റ്, ഒരു 1.5 മണിക്കൂർ. അപ്പോൾ എത്രയും 6.5 മണിക്കൂറായി. ഇനി ബാക്കിയുള്ള സമയം ഒരാഴ്ചയിൽ 2 മുതൽ 3 വരെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് മസ്റ്റ്
ആയിട്ടും ചെയ്തിരിക്കുക, പ്ലസ് അതിന്റെ അനാലിസിസ്. നമ്മൾ QA റീസണിങ്ങും തൊട്ടില്ല. അപ്പൊ ഈ ബാക്കിയുള്ള, അതായത് നിങ്ങളുടെ 20 ദിവസം കഴിഞ്ഞുള്ള ബാക്കി ദിവസങ്ങളിൽ ആഴ്ചയിൽ 3 PYQ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ആഴ്ചയിൽ 3 PYQസിൽ നിങ്ങൾക്ക് റീസണിങ്ങും മാത്സും കിട്ടും. 3 എണ്ണം ചെയ്യുമ്പോൾ ഏതാണ്ട് 120 ചോദ്യങ്ങൾ മാത്സിനും റീസണിങ്ങിനും കൂടി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് മാത്രം നിങ്ങൾ അനാലിസിസ് പോയാൽ മതി, നിങ്ങൾക്ക് അതിലുള്ള പാസ് മാർക്ക് ഷുവർ ആയിട്ട് കിട്ടിയിരിക്കും. എക്സ്ട്രാ റീസണിങ്ങിനും QAയ്ക്കും വേണ്ടി നിങ്ങൾ സമയം കളയണ്ട. അപ്പൊ എന്താണ്, മാത്സും റീസണിങ്ങും ആ ഒരു വഴിയിൽ നിങ്ങൾക്ക് സെറ്റ് ആയിക്കോളും. അപ്പം 20 ദിവസം എന്താ നിങ്ങളുടെ കണ്ടന്റുകൾ കംപ്ലീറ്റ് ആയതിനു ശേഷം റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക, പ്ലസ് വീക്ക്ലി 3 PYQs പ്ലസ് അതിന്റെ അനാലിസിസ്. അപ്പൊ അതിന്റെ അനാലിസിസ് വഴി മാത്സ് റീസണിങ് സെറ്റ് ആക്കാം. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി തന്നെ നിങ്ങൾ നിങ്ങളുടെ എക്സാം വരെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഈ റിവിഷൻ സ്ട്രാറ്റജി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ നോക്കിക്കുക, ഷുവർ ആയിട്ടും ഈ ഒരു സ്ട്രാറ്റജിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വരുന്ന MTS ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്താണ്, അനാലിസിസ്, മോക്ക് അനാലിസിസ് മറക്കേ ചെയ്ത്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ അത് സെക്ഷണൽ ആണെങ്കിലും ഫുൾ ലെന്ത് ടെസ്റ്റ് ആണെങ്കിലും അതിന്റെ അനാലിസിസ് മസ്റ്റ് ആണ്. ഇനി ഫുൾ ലെന്ത് ടെസ്റ്റിന് വേണ്ടിയിട്ട് വേറെ എങ്ങും പോകണ്ട, നമ്മൾ ഫുൾ ലെന്ത് ടെസ്റ്റിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 20 ഫുൾ ലെന്ത് ടെസ്റ്റ് MTS എക്സാം ഓറിയന്റഡ് ആയിട്ട്, എക്സാം മോഡൽ ആയിട്ട് റീസെന്റ് കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 1500 ക്വസ്റ്റ്യൻസ് പ്ലസ് ക്വസ്റ്റ്യൻസിൽ 1500 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുൾ ലെന്ത് ടെസ്റ്റ് നമ്മുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ റിവിഷൻ സ്ട്രാറ്റജി മറക്കണ്ട, ഈ ഒരു രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഫോളോ ചെയ്താൽ പക്ക നിങ്ങൾക്ക് MTS ലിസ്റ്റിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാകും. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്